ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ പറയാൻ പോകുന്നത് റീമേക്ക് കമ്പാരിസൺ ആണ്. പോക്കിരി വേഴ്സസ് ഇറ്റ്സ് റീമേക്സ് ഫ്രം തമിഴ്, ഹിന്ദി ആൻഡ് ഇറ്റ്സ് എ റീമേക്ക് കമ്പാരിസൺ ഓർ മാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഇൻട്രോസ്. ഈ മൂന്ന് പടത്തിലെ ഇൻട്രോസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. വിജയിൻ്റെ പോക്കിരി, മഹേഷ് ബാബുവിൻ്റെ പോക്കിരി വിജയും ഒരേപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ വാൻറ്റഡും ഹിന്ദി റീമേക്ക് ആയിട്ടുള്ള വാൻറ്റഡ് എന്ന് പറഞ്ഞ സിനിമയും ഒരേപോലെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് എന്ന് പറയണം. പിന്നെ മഹേഷ് ബാബുവിൻ്റെ പോക്കിരിയുടെ റീമേക്കാണ് വിജയൻ്റെ പോക്കിരി. ചിലവർക്കൊന്നും അറിയില്ല, അതുകൊണ്ടും കൂടിയാണ് അത് പറഞ്ഞത്. ഫസ്റ്റ് റൗണ്ട് ഇൻട്രോസ്. മൂന്ന് പടത്തിൽ ഒരേപോലത്തെ ഇൻട്രോയാണ്. പിന്നെ ഒരേപോലത്തെ ഇൻട്രോയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ഹിന്ദിയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, എന്നാൽ ഇത്തിരി ഡിഫറൻസ് എത്തിയിട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും മൂന്ന് പടത്തിലും ഇൻട്രോസ് സൂപ്പറാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇൻട്രോ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മഹേഷ് ബാബുവിൻ്റെ പോക്കിരിയുടെ ഇൻട്രോ സീൻ തന്നെയാണെന്ന് ഞാൻ പറയും. ഇനി സെക്കൻഡ് റൗണ്ട് ഡയറക്ടേഴ്സ്. ഈ നമ്മുടെ മഹേഷ് ബാബുവിൻ്റെ പോക്കിരി ഡയറക്റ്റ് ചെയ്തത് പൂരി ജഗന്നാഥാണ്. തമിഴിലെ പിന്നെ അതിൻ്റെ റീമേക്സ് ആയിട്ടുള്ള തമിഴിലെ പോക്കിരിയും പിന്നെ ഹിന്ദിയിലെ പോക്കിരി അഥവാ വാൻറ്റഡും ഡയറക്റ്റ് ചെയ്തത് പ്രഭുദേവയാണ്. ഈ മൂന്ന് പടത്തിന് ഡയറക്ടർ ബ്രില്യൻസാണ് ഞാൻ പറയുന്നത്. ഈ ഡയറക്ടർ ബ്രില്യൻസ് വെച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് പടത്തിലെ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോക്കിരി, നമ്മുടെ വിജയിൻ്റെ പോക്കിരി എന്ന് ഞാൻ പറയും. കാരണം അങ്ങനത്തെ ഒരു ഡയറക്ടർ ബ്രില്യൻസാണ് ആ സിനിമയിൽ അവർ കാഴ്ചവെച്ചിരുന്നത്. നമുക്ക് ഒരുപാട് വൈബ് സോങ്സ്, അങ്ങനെ വൈബ് തരുന്ന ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വൈബ് തരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ വിജയിൻ്റെ പോക്കിരി ശരിയാണ് വിന്നർ. അതുകൊണ്ട് തെലുങ്ക് ഒറിജിനൽ പോക്കിരി 1, തമിഴ് പോക്കിരി 1, ഹിന്ദി പോക്കിരി 0. ഇനി അടുത്ത റൗണ്ട് സോങ്സ് ആൻഡ് ബീജിയത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മൂന്നെണ്ണത്തിന് നല്ലൊരു ബീജിയം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബീജിയം എന്ന് പറഞ്ഞാൽ വിജയൻ്റെ പോക്കിരിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് പോക്കിരി ഒറിജിനൽ 1, പോക്കിരി തമിഴ് 2, ഹിന്ദി പോക്കിരി 0. ഇനി അടുത്ത റൗണ്ട് സോങ്സ് വെച്ച് നോക്കുമ്പോൾ വീണ്ടും വിജയൻ്റെ പോക്കിരിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. വിന്നറായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒറിജിനൽ പോക്കിരി 1, തമിഴ് പോക്കിരി 3, ഹിന്ദി പോക്കിരി 0. ഇനി അടുത്ത റൗണ്ട് വില്ലൻസ് മൂന്ന് പടത്തിലും ഒരാൾ തന്നെയാണ്, വേറെ ആരില്ല, നമ്മുടെ പ്രകാശ് രാജാണ്. അത് നോക്കുമ്പോൾ പടത്തിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വില്ലൻ എനിക്ക് തോന്നിയത് ഹിന്ദിയിൽ തന്നെയാണ്, നമ്മുടെ സൽമാൻ ഖാൻ്റെ വാൻറ്റഡ് അഥവാ ഹിന്ദി പോക്കിരിയിലാണ്. അതുകൊണ്ട് നമുക്ക് അതിനൊരു പോയിൻ്റ് കൊടുത്തിരിക്കുകയാണ്. വിന്നർ ഇറ്റ്സ് ദാറ്റ്. ഇക്കാര്യത്തിൽ ഈ റൗണ്ടിൽ അവരാണ് വിന്നർ. അതുകൊണ്ട് ഒറിജിനൽ പോക്കിരി 1, തമിഴ് പോക്കിരി 3, ഹിന്ദി പോക്കിരി 1. ഇനി അടുത്ത റൗണ്ട് നായകന്മാരുടെ കാര്യം. ഒറിജിനൽ പോക്കിരിയിൽ നായികയായിട്ട് വന്നത് ലിയാന ഡിക്രൂസാണ്. തമിഴ് പോക്കിരിയിൽ ലാസിനാണ്. പിന്നെ ഹിന്ദിയിൽ ആയിഷ ഖാൻ, അങ്ങനെ എന്തോ ഒരു പേരാണ്, ഞാൻ കണ്ടിട്ട് അറിഞ്ഞൂടാ.
പേര് ഞാൻ മറന്നു വിട്ട, സോറി. പേര് ഞാൻ കറക്റ്റ് കിട്ടണില്ല കേട്ടോ, അതുകൊണ്ട് പറയാൻ തരികയാണ്. നായികമാരുടെ ബ്രില്യൻസ് വെച്ച് നോക്കുമ്പോൾ തെലുങ്ക് പോക്കരി ഈസ് ദ വിന്നർ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് തെലുങ്ക് ഒറിജിനൽ പോക്കരി ആണ് ആ കാര്യത്തിൽ വിന്നർ. അതിൻ്റെ മാർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒറിജിനൽ പോക്കരി 2, തമിഴ് പോക്കരി 3, ഹിന്ദി പോക്കരി 1. ഇനി അടുത്ത റൗണ്ട് ഇൻ്റർവൽ പഞ്ച്. ഇൻ്റർവൽ സീൻസ്, ഇൻ്റർവെല്ലിൻ്റെ കാര്യം പറയാം. ഇൻ്റർവൽ പഞ്ച് സീൻസിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒറിജിനൽ പോക്കരി തന്നെയാണ്, മീൻസ് മഹേഷ് ബാബുയുടെ പോക്കരി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അതിന് മാർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് പോക്കരി ഒറിജിനൽ 1, 3, പോക്കരി തമിഴ് 3, ഹിന്ദി പോക്കരി 1. ഇനി അടുത്ത റൗണ്ട് എന്താണെന്ന് വെച്ചാൽ ട്വിസ്റ്റ് അഥവാ ട്രാൻസ്ഫോർമേഷൻ. മനസ്സിലായിട്ടുണ്ടാവില്ല, ലാസ്റ്റ് പോലീസാന്ന് പറയുന്ന സീൻ, അത് ട്രാൻസ്ഫോർമേഷൻ സീൻ 3 നല്ലതായിട്ട് തന്നെ ചെയ്യുന്നത്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കാൻ തോന്നിയത് നമ്മുടെ വിജയിൻ്റെ പോക്കരി തന്നെയാണ്. അതുകൊണ്ട് പോക്കരി ഒറിജിനൽ 3, തമിഴ് പോക്കരി 4, ഹിന്ദി പോക്കരി 1. പിന്നെ ഹീറോസ് പെർഫോമൻസസ് വെച്ച് നോക്കുമ്പോൾ 3 മാർക്ക് കൊടുക്കാം. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹിന്ദി പോക്കരിയാണ്. അതുകൊണ്ട് അതിന് മാർക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ഒറിജിനൽ പോക്കരി 3, പോക്കരി തമിഴ് 4 ആൻഡ് ഹിന്ദി പോക്കരി 2. പിന്നെ ക്ലൈമാക്സ്, ലാസ്റ്റ് റൗണ്ടാണ് ക്ലൈമാക്സ്. ലാസ്റ്റ് റൗണ്ടല്ല, ഇനി 2 റൗണ്ട് കൂടി ഉള്ളൂ കേട്ടോ, 2 റൗണ്ട് കൂടി ഉള്ളൂ. ഈ ക്ലൈമാക്സ് ഫൈറ്റ് സീനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ തെലുങ്ക് പോക്കരിയിലെ ആ ക്ലൈമാക്സ് ഫൈറ്റാണ്. അതുകൊണ്ട് അതിന് മാർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് പോക്കരി ഒറിജിനൽ 4, തമിഴ് പോക്കരി 4, ഹിന്ദി പോക്കരി 2. ഇനി സ്റ്റോറി ഞാൻ പറഞ്ഞില്ല, 3 ഒരേ സ്റ്റോറിയാണ്. ഹിന്ദിയിൽ ഇത്തിരി ഡിഫറൻസ് ഉണ്ട്, ഇതിൽ എനിക്ക് മാർക്ക് കൊടുക്കാൻ തോന്നുന്നത് അത് അതേപോലെ ചെയ്ത് വെച്ചിരിക്കണമെന്ന് തോന്നിയത്. അക്കാര്യത്തിൽ മാർക്ക് തെലുങ്ക് പോക്കരിക്കെന്ന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് 5, ഒറിജിനൽ പോക്കരി 5, തമിഴ് പോക്കരി 4, ഹിന്ദി പോക്കരി 2. എന്തിന് സ്ക്രീൻ പ്ലേ ആൻഡ് എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നു. 2 കൂടി ചേർത്ത് പറയാൻ വിചാരിച്ചു. ലാസ്റ്റ് റൗണ്ടാണിത്. സ്ക്രീൻ പ്ലേ ഈ കാര്യത്തിൽ ഹിന്ദി പോക്കരിക്ക് മാർക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒറിജിനൽ പോക്കരി 5, ഹിന്ദി പോക്കരി 4, തമിഴ് പോക്കരി 4, ഹിന്ദി പോക്കരി 3. ആൻഡ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി പറയാനുള്ളത് മറന്നതാണ്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, തെലുങ്ക് 2 ഇഷ്ടപ്പെട്ടു. റീമേക്ക് എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തമിഴ്. 3 എനിക്ക് ഇഷ്ടപ്പെട്ടു, 3 നല്ല പടങ്ങൾ തന്നെയാണ്. എന്നാൽ എനിക്ക് എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പോക്കരിയും. എന്നാൽ ഈ 3 മീൻസ് വിജയിൻ്റെ പോക്കരിയും. പിന്നെ പക്ഷേ ഈ 3 എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മഹേഷ് ബാബുവിൻ്റെ പോക്കരി, മീൻസ് അത് ഒറിജിനലാണ്. എന്നാൽ റീമേക്ക് വിധത്തിൽ വിജയിൻ്റെ പോക്കരിക്ക് ഞാൻ മാർക്ക് കൊടുക്കും. എന്നാൽ ഈ 3 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒറിജിനൽ പോക്കരി അഥവാ മഹേഷ് ബാബുവിൻ്റെ പോക്കരി എന്നുള്ളതിന് ഞാൻ മാർക്ക് കൊടുക്കും. അതുകൊണ്ട് ഈ കളിയിലെ വിന്നറും മീൻസ് ഇൻ ദ കമ്പാരിസൺ മാച്ച് എന്നതിൽ വിന്നറായിട്ട്
ഞാൻ മഹേഷ് ബാബുവിൻ്റെ പോക്കരിനെ കൊടുത്തിരിക്കുകയാണ്. ദ സ്കോർ കാർഡ് ഈസ് മഹേഷ് പോക്കരി ഒറിജിനൽ 6, തമിഴ് പോക്കരി 5, ഹിന്ദി പോക്കരി 3 എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും, അതൊന്ന് ഇൻസ്റ്റയിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റ ID ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ നോക്കി അതിലുണ്ടാവും. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ ഓസ്കസ്.